മഹാദേവനോട് പുലിയുടെ കാലുകൾ വരം ചോദിച്ചു വാങ്ങിയ ഋഷിമുനിയുടെ കഥ. എന്തിനായിരുന്നു അദ്ദേഹം ഇങ്ങനെയൊരു വിചിത്രമായ വരം ആവശ്യപ്പെട്ടത്? പുരാതന കാലത്ത് തമിഴ്നാട്ടിലെ ചിദംബരം പ്രദേശം മരങ്ങൾ നിറഞ്ഞൊരു നിബിഡമായ വനമായിരുന്നു. അവിടെ ഭഗവാൻ ശിവന്റെ പരമഭക്തനായ ഒരു ഋഷിമുനി വസിച്ചിരുന്നു. പ്രകൃതിയിലെ ഏറ്റവും പരിശുദ്ധമായ പുഷ്പങ്ങൾ മാത്രം തന്റെ മഹാദേവന് അർപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. വണ്ടുകൾ സ്പർശിക്കാത്തതും തേനീച്ചകൾ തേൻ നുകരാത്തതും മഞ്ഞുതുള്ളികൾ വീണ് അശുദ്ധമാകാത്തതുമായ പൂക്കൾ മാത്രമേ അദ്ദേഹം മഹാദേവന്റെ പൂജയ്ക്കായി സ്വീകരിച്ചിരുന്നുള്ളൂ. ഇത്തരത്തിലുള്ള നിർമ്മലമായ പൂക്കൾ ലഭിക്കണമെങ്കിൽ സൂര്യോദയത്തിന് മുൻപേ അവ ശേഖരിക്കണമായിരുന്നു. എന്നാൽ അന്ത്യയാമങ്ങളിലെ ആ കടും ഇരുട്ടിൽ കാട്ടിലൂടെ നടക്കുക എന്നത് ദുഷ്കരമായിരുന്നു. മരങ്ങളിൽ വലിഞ്ഞുകയറി പൂക്കൾ പറിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം വഴുതി വീണു. കാലിൽ മുള്ളുകൾ തറച്ചു കയറി. തന്റെ വേദനയേക്കാൾ മുറിവിൽ നിന്നൊഴുകുന്ന രക്തമോ വിയർപ്പോ പൂക്കളിൽ വീണ് അവ അശുദ്ധമാകുമോ എന്നതായിരുന്നു ആ ഭക്തനെ അലട്ടിയ വലിയ ഭയം. തന്റെ നശ്വരമായ മനുഷ്യ ശരീരം ഭക്തിക്ക് തടസ്സമാകുന്നു എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചു. ഒടുവിൽ കണ്ണീരോടെ അദ്ദേഹം കൈലാസനാഥനെ തപസ് ചെയ്തു. മുനിയുടെ ഭക്തിയിൽ സംപ്രീതനായ മഹാദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി. പുത്ര, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? മോക്ഷമോ അതോ സ്വർഗമോ? മഹാദേവൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മറുപടിയാണ് മുനി നൽകിയത്. അല്ലയോ മഹാദേവ, എനിക്ക് മോക്ഷമല്ല വേണ്ടത്. ഇരുട്ടിലും പൂക്കൾ കാണാൻ പുലിയുടെ പോലെയുള്ള തിളക്കമുള്ള കണ്ണുകളും വഴുതാതെ മരങ്ങളിൽ ഓടിക്കയറാൻ പുലിയുടെ നഖമുള്ള കരുത്തുറ്റ കാലുകളും എനിക്ക് നൽകിയാലും. ഭക്തന്റെ നിഷ്കളങ്കമായ ആഗ്രഹം കേട്ട് മഹാദേവൻ പുഞ്ചിരിച്ചു. തുടർന്ന് മഹാദേവൻ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യന്റെ ഉടലും പുലിയുടെ പാദങ്ങളുമുള്ള വ്യാഘ്രപാദർ ജന്മമെടുത്തു. വ്യാഘ്രം എന്നാൽ പുലി, പാദം എന്നാൽ കാൽ. ആ പുതിയ രൂപത്തിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. പുലിയെ പോലെ മരങ്ങളിൽ വേഗത്തിൽ ഓടിക്കയറി അദ്ദേഹം ഭഗവാന് വേണ്ട പൂക്കൾ ശേഖരിച്ചു. അദ്ദേഹത്തിന്റെ ഈ അചഞ്ചലമായ ഭക്തിക്ക് ഭഗവാൻ നൽകിയ ഏറ്റവും വലിയ സമ്മാനം മറ്റൊന്നായിരുന്നു. ചിദംബരത്ത് മഹാദേവൻ തന്റെ ദിവ്യമായ ആനന്ദ താണ്ഡവമാടിയപ്പോൾ അത് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചത് 2 പേർക്ക് മാത്രമാണ്. പകുതി നാഗത്തിന്റെ രൂപമുള്ള പതഞ്ജലി മഹർഷിക്കും നമ്മുടെ വ്യാഘ്രപാദർക്കും. ഇന്നും ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യുന്ന നടരാജ രൂപത്തിന് താഴെ ഭക്തിയോടെ കൈകൾ കൂപ്പി നിൽക്കുന്ന വ്യാഘ്രപാദ മഹർഷിയെ നമുക്ക് കാണാം. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥ ഭക്തി എന്നാൽ ഭഗവാനോട് സൗകര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നതല്ല, മറിച്ച് ഭഗവാന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ്. സ്വന്തം ശരീരത്തെക്കാൾ ഭഗവാന്റെ പൂജയ്ക്ക് പ്രാധാന്യം നൽകിയ വ്യാഘ്രപാദരുടെ ജീവിതം ഇന്നും ലോകത്തിന് വലിയൊരു സന്ദേശമാണ്. വ്യാഘ്രപാദരുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.